ഖസീദത്തുൽ ബുർദ മലയാള പദ്യാവിഷ്കാരം ഭാഗം 2. രചനയും അവതരണവും മമ്മൂട്ടി കട്ടയാട്. പ്രേമസങ്കീർത്തനങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ അധ്യായമായ ആത്മവിമർശനത്തിലേക്ക് കടക്കുകയാണ് കവി. മഹത്തായ ഒരു കർമ്മം ചെയ്യാനുള്ളതാണ്, അതായത് പ്രവാചക പ്രകീർത്തനം. അതിനുവേണ്ടി സ്വയം ആത്മാവിനെ സംസ്കരിച്ചെടുക്കുകയാണ് ഈ ഭാഗത്ത്. തിന്മ തന്നുപാസകനന്റെ ആത്മാവൂ നര തന്ന വാർദ്ധക്യത്തിനാൽ പാഠവും പഠിച്ചില്ല. നാണമില്ലാതുച്ചയിൽ കെറിയോരതിഥിയെ പുണ്യകർമ്മമാലൂട്ടി സൽക്കരിച്ചതുമില്ല. ആദരിക്കുവാൻ കഴിയില്ല എന്നറിഞ്ഞെങ്കിൽ ഏതു മാർഗയും ചായം തെച്ചതു മറച്ചേനെ. മൊട്ടുകാട്ടുമശ്വത്തെ കടിഞ്ഞാണു കൊണ്ടെന്ന മട്ടിലാരെന്നാത്മാവെ വരുതിയിൽ നിർത്തിടും. തെറ്റുകൾ കൊണ്ടാത്മാവീനിച്ചകൾ അകറ്റുവാൻ പറ്റുകില്ല അന്നങ്ങളാൽ ആശകളേറിയിടുന്നു. കുഞ്ഞിനെ പോലെയാണ് ആത്മാവുകൾ മുലകൂടി കുഞ്ഞുനാളിലെ നിർത്താതിരുന്നാൽ കുഴങ്ങിടും. ജാഗരൂകരാകണമിച്ചകളാവ നമ്മെ നിഗ്രഹിച്ചിടാം, അഭിമാനവും കവർന്നിടാം. സുഹൃതങ്ങളിൽ മേയുന്നേരവും ശ്രദ്ധിക്കണം, പ്രകൃതം മധുരമായി മാറവേ ബന്ധിക്കണം. നഞ്ഞുമേധസ്സിൽ കൂടി കെട്ടിയതറിയാതെ നല്ലതെന്നോതി ജനത്തിനനേകം സ്വാദുകൾ. പട്ടിണിയെപ്പോൾ നിറവയറും ഭയക്കുവിൻ, ഒട്ടിയ വയറജീർണങ്ങളെക്കാൾ മാരകം. കണ്ണുനീരിനാൽ പാപം കഴുകി കളയുക, ഖേദമാം കവചത്തിൽ അഭയം തേടിയിടുക. ദേഹവും പിശാചുമാത്മാർത്ഥമായി ഉരക്കിലും സാഹസം കാണിക്കുക, പൊയ്യെന്നു ധരിക്കുക. വാദിയാകിലോ വിധി തീർപ്പുകാരനാകിലോ ഏതിലും ചതിപ്പെടാം, അതിനാൽ വഴിപ്പെടാ. ദണ്ഡനമരുതല്ലോ കർമ്മമില്ല വാക്കുകൾ, ഷണ്ടനുണ്ണികൾ പിറന്നെന്നു ഞാൻ പറഞ്ഞുപോയി. നല്ലതൂരിയാടും ഞാൻ ചെയ്യുകില്ല അവയൊന്നും, ചൊല്ലുവതിലെന്തർത്ഥം നേർവഴിക്കു പോമെന്ന്. ശേഖരിച്ചില്ലേൻ മുമ്പേ പുണ്യമാം പാതേയങ്ങൾ, ആചരിച്ചില്ലേറെയായി വ്രതവും നിസ്കാരവും.